ഷബനയുടെ കേസിൽ ഭർത്താവിന്റെ ഉമ്മയെയും ഭർത്തൃ സഹോദരിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഭർത്താവിന്റെ ഉപ്പക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം കൊടുത്തത്. പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട് കോടതി ചില കേസുകളിൽ. പക്ഷെ കേസിൽ അയാൾ പ്രതിയാണ്, വിചാരണ നേരിടേണ്ടി വരും. എന്നാൽ ഷബനയുടെ ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ സഹോദരി ഇവരെയൊക്കെ ജാമ്യം കൊടുക്കാതെ അവരെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത് ചെറിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ചെറിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഈ കേസിൽ ഇതുവരെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷബനയുടെ ഭർത്താവ് ഇപ്പോഴും ഒളിവിലാണുള്ളത്. എന്നാൽ ഷബനയുടെ ഭർത്താവിനെതിരെ 306 എന്ന് പറയുന്ന വകുപ്പ്, ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിൽ ചുമത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. അതിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷബനയുടെ ഭർത്താവിനെതിരെയുള്ളത് 498A എന്ന് പറയുന്ന ഗാർഹിക പീഡനമാണ്. അതായത് മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് ഇവര് ഈ പറയപ്പെടുന്ന ഭർത്താവിന്റെ സഹോദരി, ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ ഉപ്പ, അതുപോലെ തന്നെ ഈ ഹനീഫ എന്ന് പറയുന്ന ഭർത്താവിന്റെ ബന്ധു, ഇത്രയും ആളുകൾക്കെതിരെയാണ് ഈ 306 ചുമത്തിയിട്ടുള്ളത്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം. ഇതൊരു ചെറിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടിയെ നിങ്ങൾ ആക്രമിച്ച് ഇവരെ മാനസികമായി പീഡിപ്പിച്ച് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ കാരണമായി കഴിഞ്ഞാൽ, ഇനി അത് ആരായി കഴിഞ്ഞാലും അവർക്കെതിരെ അതിശക്തമായിട്ട് പോരാടാൻ ഒരു നാടുണ്ടാകും. ആ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും, ആ നാട്ടിലെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും എന്ന് തെളിയിച്ചു തന്ന ഒരു വലിയ കേസാണ് ഷബനയുടെ കേസ്. ഷബനയുടെ കേസിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന ഒരു കേസാണ് ഷബനയുടെ കേസ്. ഷബനയുടെ സഹോദരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഖദർക്ക, പിന്നെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാലോ, നിങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടാവും അല്ലേ? പിന്നെ അവര് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ട്. പെങ്ങൾ അഫ്സത്തിനെയും ഉമ്മ നഫീസാനെയും മാമൻ ഹനീഫാനെയും അവരുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി ജാമ്യം തള്ളിയെന്നാണ് അറിയുന്നത്. പിന്നെ ഉപ്പ അതിൽ നല്ലൊരു പങ്കുണ്ട്. പിന്നെ അയാൾക്ക് ഡയാലിസിസും പിന്നെ പ്രായപരിധിയും കാരണമാണ് ജാമ്യം കൊടുത്തതെന്നാണ് പറയുന്നത്. അയാൾക്ക് നല്ലൊരു പങ്കുണ്ട്. പിന്നെ ഹബീബിനും ജാമ്യം കിട്ടിയില്ല, ജാമ്യാപേക്ഷ തള്ളി. ഇവരെല്ലാം നല്ലോണം ശിക്ഷിക്കണം. കാരണം ഇനി വരുന്ന തലമുറയിൽ ഇനിയൊരു ഷെബിനക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കും നമുക്ക്. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും കടപ്പാടാണ് നിങ്ങളോട്. കാരണം ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ വീഡിയോസ് കിട്ടിയത്. നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഈ കേസിൽ ചെറിയ രീതിയിൽ ഇടപെടാൻ പറ്റുകയും അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയാസും അവിടെയുള്ള നാട്ടുകാരും അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തി, ഇപ്പം ഞാൻ അവിടെ ഉണ്ടാകുന്ന സമയത്ത് MP അടക്കം ആ വീട്ടിലേക്ക് വന്നിരുന്നു, വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നു. ആ കുടുംബം, ഷബനയുടെ കുടുംബം ആത്മാർത്ഥമായിട്ട് നീതി കിട്ടണമെന്ന് പറഞ്ഞ് അവരുടെ എല്ലാവരും, ഷബനയുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാര്, അതുപോലെ തന്നെ അനുജത്തിമാര്, അവരുടെ കുടുംബം, എൻടയർ ടീം, നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടിയ ഒരു പ്രയത്നത്തിന്റെ ഒരു ചെറിയ വിജയമാണ് നിലവിലുള്ള അറസ്റ്റ്. എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മരുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട്, ഇപ്പം മരുമകൾ എന്ന് പറയുമ്പോൾ കയറി വരുന്ന, ഈ വീട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ആളുകളൊക്കെ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയ ഒരുപാട് കേസുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ട ഒരുപാട് കേസുകളുണ്ട്. എത്ര കേസുകൾ, എത്ര ഭർത്താവിൻ്റെ ഉമ്മമാരെ അമ്മമാരെ ഒക്കെ അടിക്കുന്ന എത്ര ആളുകൾ കഴിഞ്ഞ ദിവസം അവിടെ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ഭർത്തൃ വീട്ടിൽ നിന്ന് മാരകമായിട്ടുള്ള ആക്രമണത്തിനും ഉപദ്രവത്തിനും ഇരയാക്കപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഷബനയുടെ കേസിലെ ഈ അറസ്റ്റ്. ഷബനയുടെ കേസിലെ ഈ അറസ്റ്റിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇതൊരു ചെറിയ നീതിയായി, അല്ലെങ്കിൽ ഒരു ആശ്വാസം. നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലല്ല, എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അത് പോയിട്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ, അതൊരു വലിയൊരു വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ കേസിൽ നടന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നോക്കുക, വടകരയിലെ റുബീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ്. ആ പെൺകുട്ടിയെ, ആ യുവതിയെ ആക്രമിച്ച ഒരു ആക്രമണമുണ്ട്.
കണ്ണിച്ചോരയില്ലാത്ത ആക്രമണമായിരുന്നു. ഞാൻ ആ യുവതിയെ കണ്ട സമയത്ത്, ആ യുവതിയുടെ ഫേസ് കണ്ട സമയത്ത് എനിക്ക് സങ്കടം തോന്നിപ്പോയി. എനിക്ക് എൻ്റെ ഒരു സഹോദരി ആക്രമിച്ചതുപോലെ ഫീൽ ചെയ്തു. അപ്പൊ ആ കേസ് നോക്കൂ, ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു തരത്തിലുമുള്ള നടപടി ചെയ്തിരുന്നത്, പിന്നീട് നിരന്തരം വാർത്ത കൊടുക്കുകയും ആ കേസിൽ ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരുടെ ജാമ്യം ഹൈക്കോടതി അടക്കം തള്ളുകയും ചെയ്തതിന് പിന്നാലെ അവർ അകത്തു പോവുകയും ചെയ്തു. അസ്മിനയുടെ കേസൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മളതൊക്കെ ചെയ്തതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വലിയ നഷ്ടം ഒരു കുടുംബത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ആത്മഹത്യ എന്നതിനപ്പുറത്ത് ഒരു കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ഒരു മക്കളുടെ ഉമ്മ നഷ്ടപ്പെടുന്നു, ഒരു കുടുംബത്തിലെ മകളെ നഷ്ടപ്പെടുന്നു. ആ കുടുംബം ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. മറിച്ചൊരു നീതിയുടെ ആദ്യഘട്ടം തുടങ്ങുകയാണ്, നിയമപരമായിട്ടുള്ള നടപടിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നു എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല. പക്ഷെ ആ കുടുംബത്തിന്റെ അവസ്ഥ നോക്കുക, അവർക്ക് എന്നും സങ്കടം തന്നെയാണ്. ഇനി എന്ത് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളോട് നിങ്ങൾ നന്നായി പെരുമാറുക എന്നുള്ളതാണ്. അവരെ നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അവരെ നിങ്ങളുടെ മകളായി കാണുക എന്നുള്ളതാണ്. അവരെന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും, അത് പ്രശ്നമൊക്കെ ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല. ഏത് കുടുംബത്തിലായി കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടാകും, ചെറിയ രീതിയിലുള്ള കലഹം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഒരു കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതല്ല പലയിടങ്ങളിൽ നിന്നും സംഭവിക്കുന്നത്. അവരടിക്കുക, അവരെ ദ്രോഹിക്കുക, അവരെ ആക്രമിക്കുക, അവരെ വേട്ടയാടുക, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്രൂരതയാണ്. ഇത്തരത്തിലുള്ള ക്രൂരതക്ക് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ഇടങ്ങളിൽ ഇരയാകുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു മുഴം കയറിൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നിങ്ങൾ തിരിച്ചു പോവുക. ചിലയിടങ്ങളിൽ ചില സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഭർത്തൃ വീട്ടിൽ വെച്ച് ആക്രമണം ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ പറയും അത്രേ, ആ കണ്ടാവും പോയിക്കോളൂ. ചെറിയ കലവും ബോളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിന് പിന്നാലെ സ്വന്തം മകളെ വീണ്ടും ആ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകളെയാണ് ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്. ആദ്യം പറയേണ്ടത് അവരെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ബാധ്യതയാവുന്നുണ്ട് എങ്കിൽ, മകള് കയറിപ്പോയ വീട്ടുകാർക്ക് ബാധ്യതയാവുന്നുണ്ട് എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ അവിടെ തലകുനിച്ച് നിൽക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, സ്വന്തം വീട്ടിൽ ഈ ഒരു വിഷയം പറഞ്ഞു വരുന്ന, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയിട്ടുള്ള മകളെ ആ വിഷയം എന്താണെന്ന് പഠിക്കണം. അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാമുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അബദ്ധവുമായി മുന്നോട്ട് പോകും. 1 or 2 തവണ പറഞ്ഞു തീർത്തതിന് ശേഷം വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ അയക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഷബിന എന്ന് പറയുന്ന ഒരു സഹോദരി ജീവൻ ഒടുക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടായ നഷ്ടം? അവരുടെ മകൾ അന്ന് വേദനയിൽ ഇപ്പോഴും ഉണ്ട്. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ കരയുന്ന ആ മകളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നിയിരുന്നു. എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഉമ്മയുടെ അവസ്ഥ ആ മകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ മകളുടെ ഒരു അവസ്ഥ, ആ ഉമ്മയുടെ അവസ്ഥ, ആ ഉമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ വല്ലാത്തൊരവസ്ഥയിൽ നിന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഉപ്പയുടെ അവസ്ഥ, ആ സഹോദരിമാരുടെ അവസ്ഥ. എന്തായാലും ഷബിനയുടെ കേസിലെ ഈ അറസ്റ്റ് അതൊരു വലിയ പാഠമാണ്. അതൊരു വലിയ പാഠമായി എല്ലാവരും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.